ദുബായ് എവിടെ പോകുന്നു? ലഞ്ചിനെന്നും സാലഡ്സ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ടൊരു സാലഡ് കുക്കുംബർ വീട്ടിൽ നട്ടൂടാ എന്നായി. സ്നോ വൈറ്റ് എന്ന ഇനമാണ് ചൂസ് ചെയ്തത്. സീഡ് നടാനും വെള്ളം ഒഴിക്കാനും പരിപാലിക്കാനും ഒക്കെ മോളും കൂടി. സീഡ് മെല്ലെ മുളയ്ക്കാൻ തുടങ്ങി. അതും നല്ല കരുത്തോടുകൂടി. ഏകദേശം 30-35 ദിവസം ആയപ്പോഴേക്കും ചെടി പൂക്കാൻ തുടങ്ങി. ആദ്യത്തെ 4-5 പൂക്കൾ മാത്രമേ ആൺപൂ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പെൺപൂക്കൾ. അതും മുട്ടിന് പെൺപൂക്കൾ. ദുവമോള് സൂപ്പർ ഹാപ്പിനെസ് ഇൻ ദ പീക്ക് എന്നൊക്കെ പറയാം. എന്തു പറയാനാ, ക്ഷണിക്കപ്പെടാത്ത വില്ലനെ ഇതാ ഇവമാർ വന്നെത്തി. പകൽ സമയത്തൊന്നും ഇവമാരെ കാണാൻ കിട്ടില്ല. ബട്ട് രാവിലെ ഉറക്കം എഴുந்து പറ്റി വരുമ്പോഴേക്കും 3/4 ഭാഗം ഇലയും പൂക്കളും ഇവമാരകത്താക്കിയിട്ടുണ്ടാകും. ഇവന്മാർ വല്ല ട്രെയിൻ പിടിച്ചാണോ വരുന്നത് എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പല ഹോം റെമഡീസും ഇവന്മാരെ തുരത്താൻ വേണ്ടി പരീക്ഷിച്ചു നോക്കി. പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഒരു ചെടി മാത്രം നട്ട എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നടന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വെറുതെ അല്ല കേട്ടോ അവർ കെമിക്കൽസും പെസ്റ്റിസൈഡും ഒക്കെ ഉപയോഗിക്കുന്നത്. അവരെയും കുറ്റം പറയാനാവില്ല. രാവിലെ തന്നെ ഇവന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യവും സങ്കടവും പറഞ്ഞറിയിക്കാൻ പറ്റാറില്ല. വിരിയുന്നതിന് മുന്നേ ഇതുപോലെ അറ്റാക്ക് ചെയ്യും. അതൊക്കെ മിക്കപ്പോഴും വാടിക്കരിഞ്ഞത് ഇതുപോലെ കൊഴിഞ്ഞു പോകാറാണ് പതിവ്. ഈ വില്ലന്മാരെ തുരത്താനുള്ള ശാശ്വത പരിഹാരം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പരീക്ഷിച്ചിട്ട് അതിൻ്റെ പ്രോഗ്രസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെയും എൻ്റെയും ഈ കുഞ്ഞു കൃഷി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.